നമസ്കാരം. ഇന്ന് EVATL RXൽ സെൽഫ് CSV മാപ്പിംഗ് ടൂളിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഡിസ്ട്രിബ്യൂട്ടറിന്റെ CSV ഫയൽ നമ്മുടെ സോഫ്റ്റ്വെയർ ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പർച്ചേസ് ഓപ്പൺ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ടറിന്റെ പേര് ടൈപ്പ് ചെയ്താൽ ഇൻ കേസ് ആ പെർട്ടിക്കുലർ ഫയൽ നമ്മുടെ സോഫ്റ്റ്വെയർ ആയിട്ട് ലിങ്ക് അല്ലെങ്കിൽ നമുക്കിവിടെ റിക്വസ്റ്റ് ഫോർ മാപ്പിംഗ് അല്ലെങ്കിൽ സെൽഫ് CSV മാപ്പിംഗ് ടൂൾ ലഭിക്കും. നമുക്ക് ഈ പെർട്ടിക്കുലർ ഫയൽ മാപ്പ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ഫോർ മാപ്പിംഗിലോട്ട് ക്ലിക്ക് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ടറിന്റെ CSV അഥവാ എക്സൽ ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അതിനുശേഷം PDF അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഫിസിക്കൽ ഇൻവോയ്സ് കൂടെ അപ്ലോഡ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. മാക്സിമം 10 ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബാക്ക് എൻഡ് ടീമിലോട്ട് പോകും. റിക്വസ്റ്റ് 24 മണിക്കൂറിനകം തന്നെ അവരിത് നമ്മുടെ സോഫ്റ്റ്വെയർ ആയിട്ട് ലിങ്ക് ചെയ്ത് തരും. ഇൻ കേസ് നമുക്ക് 24 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ നമ്മുടെ സെൽഫ് CSV മാപ്പിംഗ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് സ്വയം മാപ്പ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഇവിടെ സെൽഫ് CSV മാപ്പിംഗ് ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അപ്ലോഡ് ഓപ്ഷൻ കാണും. അപ്ലോഡിനകത്ത് നമ്മുടെ CSV ഫയൽ ഇവിടെ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിൻ്റെ ടൈറ്റിൽ അല്ലെങ്കിൽ ഹെഡർ നമ്മൾ സെലക്ട് ചെയ്ത് പ്രൊസീഡിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓരോ റോ കാണും. പ്രോഡക്റ്റ് നെയിം, MRP. അതായത് പേരിനകത്ത് നമുക്ക് മാച്ച് ചെയ്യാം. അതായത് പേര് അവിടെ മാച്ച് ചെയ്തതിന് ശേഷം IGST, CGST ആ പെർട്ടിക്കുലർ പേരെല്ലാം തന്നെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് സെലക്ട് ചെയ്യണം. ഇവിടെ നമുക്ക് ഓവറോൾ എമൗണ്ട് ലഭിക്കും. ഈ ഒരു ഓവറോൾ എമൗണ്ട് നമ്മുടെ ഫിസിക്കൽ ഇൻവോയ്സ് ആയിട്ട് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. ഫിസിക്കൽ ഇൻവോയ്സും ഈ എമൗണ്ടും മാച്ച് ആവുന്നുണ്ടോ ചെക്ക് ചെയ്യുക. ഇൻ കേസ് മാച്ച് ആയില്ലെങ്കിൽ നോ ഗോ ബാക്കിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ മിസ്റ്റേക്ക് ചെയ്ത് ആ പെർട്ടിക്കുലർ റോ നമ്മൾ സെലക്ട് ചെയ്ത് ആ ഒരു എക്സാക്ട് ആ നെയിമുമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിടണം. ഇവിടെ ഡിസ്കൗണ്ടിലാണ് നമ്മൾ മിസ്റ്റേക്ക് ചെയ്തത്. ഇപ്പോൾ ഡിസ്കൗണ്ട് സെലക്ട് ചെയ്ത് ക്യാഷ് ഡിസ്കൗണ്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി പ്രൊസീഡിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഗെയിൻ ആ പെർട്ടിക്കുലർ എമൗണ്ട്, ഓവറോൾ എമൗണ്ട് ലഭിക്കും. ഇനി നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ആയെങ്കിൽ, അതായത് ടാലി ആയെങ്കിൽ യെസ് കൺഫേമിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എമൗണ്ടും ടാലി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ബിൽ നമ്പർ കൂടെ ആഡ് ചെയ്ത് ഈ പെർട്ടിക്കുലർ CSV ഫയൽ സേവ് ചെയ്യണം. സേവ് ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രിബ്യൂട്ടറിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് GST അല്ലെങ്കിൽ പാൻ നമ്പർ കൂടെ വെരിഫൈ ചെയ്ത് സേവ് ചെയ്യണം. ഇത് വൺ ടൈം പ്രോസസ്സാണ്, വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. അതിനുശേഷം വൺസ് ഈ ഫയൽ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടറിന്റെ CSV ഫയൽ അപ്ലോഡ് ചെയ്യാനായിട്ട് വേറെ അഡീഷണൽ പ്രോസസ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ പർച്ചേസ് ഓപ്പൺ ചെയ്ത് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ പേര് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇനി സെൽഫ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ഫോർ മാപ്പിംഗ് വരത്തില്ല, നേരിട്ട് അപ്ലോഡ് CSV വരും. ഈ അപ്ലോഡ് CSV ഉപയോഗിച്ച് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഫയൽ നേരിട്ട് അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലാണ് നമ്മൾ EVATL സെൽഫ് CSV മാപ്പിംഗ് ടൂൾ ഉപയോഗിക്കുന്നത്. താങ്ക് യു സോ മച്ച്.